ഹായ് ഹലോ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം എല്ലാവർക്കും. അപ്പൊ ഇന്ന് നമ്മള് 5 മണിക്കാണ് നീച്ചിട്ട് എന്താ പരിപാടി എന്നല്ലേ. ഇന്ന് ഞാനൊരു നോമ്പ് എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇത് കുറെ മുന്നത്തെ വീഡിയോസ് ആണ്. സോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പഴവും കാര്യങ്ങളൊക്കെയാണ് 5 മണിക്ക് നീച്ചിട്ട് കഴിച്ചത്. സോ അതിനുശേഷം നമ്മൾ പല്ലേച്ചു, പിന്നെന്താ വെച്ചാൽ നിസ്കരിച്ചു. അങ്ങനത്തെ നമ്മുടെ സംഭവം രാവിലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ രാവിലെ തന്നെ എണീച്ചിട്ട് എന്താ പറയാ കുറച്ച് കോഡ് എന്തെങ്കിലും എഴുതി വെക്കാം. രാവിലെ നമുക്ക് ഇനി ഒന്നും കൂടി ഉറങ്ങി എണീച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഡ് നമ്മുടെ ആക്രിലിക്കിന്റെ ബോർഡ്. ഓക്കെ, ഇത് നമ്മൾ എവിടുന്ന് മേടിച്ച? മീഷോന്നാ മേടിച്ചത് കേട്ടോ. അല്ല മീഷോന്നല്ല, ആമസോണിന്നാണ് മേടിച്ചത്. അപ്പോൾ സംഭവം സെറ്റ് സാധനമാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സംഭവം ഇങ്ങനെ ചെറിയൊരു കോഡ്, നമുക്കൊരു പോസിറ്റീവ് എനർജി, അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ലാതെ. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് ഒന്ന് സെറ്റപ്പ് ചെയ്തെടുത്തു. പിന്നെ എന്താ വെച്ചാൽ പരിപാടി വെച്ചാൽ നമ്മുടെ റമദാൻ വന്നത്. അപ്പോൾ ക്ലീനിങ് അതാണ് മെയിൻ. സോ നമ്മുടെ ഒരു ക്രാഫ്റ്റർ ആയതുകൊണ്ട് തന്നെ ക്ലീനിങ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ടാസ്ക് ആണ് നമുക്ക്. കാരണം എല്ലാ ആക്രി മൊത്തം നമ്മുടെ എവിടെ ഉണ്ടാവുക? ടേബിളിലോ അല്ലെ അതിന്റെ കബോർഡ്സിലൊക്കെ ഫുൾ ആക്രീസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ നല്ലത് ഏതാ ചീത്തത് ഏതാന്ന് പോലും നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. സോ ഇത് വേറെ ആരും ഏൽപ്പിക്കാതിരിക്കുകയാണ് നല്ലത്, നമ്മൾ തന്നെ ക്ലീൻ ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തം എടുത്തിട്ട് എനിക്ക് വേണ്ടതും വേണ്ടതും ഒക്കെ ഒന്ന് വേർതിരിച്ചിട്ട്, പക്ഷെ ഒക്കെ എനിക്ക് വേണ്ടതായിരിക്കും. അങ്ങനെ കുറേ വേണ്ടാത്തതും എന്തൊക്കെ വെച്ചാൽ അതൊക്കെ എന്താ പറയുക സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ മിനി പ്രിന്റർ, അതുപോലെ നമ്മുടെ മൈക്ക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു പൗച്ച് ഉണ്ട്. നമ്മുടെ മെയിൻ ഐറ്റം വാഷി ടേപ്സ്, ഇതൊക്കെ മീഷോന്ന് മേടിച്ചാട്ടോ. സോ 30 എണ്ണത്തിന് എത്ര സംതിങ് 250 ആണെന്നേ ഉള്ളൂ. സംഭവം സെറ്റാണ് സാധനം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അതുപോലെ നമ്മുടെ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സും എല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്തെടുത്ത് ആവശ്യമില്ലാത്തതൊക്കെ വേസ്റ്റ് ഇട്ട് ആവശ്യമുള്ളത് മാത്രം അതിൽ വെച്ചിട്ട് സംഭവം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അത് എറൈസർ ആട്ടോ, ആ കസാലയിൽ ഇരിക്കുന്ന 2 ക്യൂട്ട് ബൊമ്മക്കുട്ടികൾ. കുറച്ച് കീ ചെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിലേക്ക് സെറ്റപ്പ് ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ, അത്രയൊക്കെ തന്നെ. അപ്പോൾ അകത്ത് ഏകദേശം സെറ്റായി. ഈ രണ്ടാമത്തത് അതായിരിക്കും വലിയ രസമാണ്. ഫുൾ പെയിന്റിങ്ങിന്റെ ഒരു സെക്ഷൻസ് ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ച് തോന്നെ പെയിന്റിങ്സ് പാസ്റ്റൽ കളേഴ്സിന്റെ ഒരു സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം. പിന്നെ കുറേ പെന്നിന്റെ കവേഴ്സ്, മൈക്കയുടെ കവേഴ്സും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ എടുത്തു വെക്കുന്നതാണ്. സോ ഒരാവശ്യം വരാറില്ല, കാരണം മടിയാണ്. എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മടി. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ സെറ്റപ്പ് ചെയ്തെടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് എന്താ പറയാ സെറ്റായി വെച്ചിട്ടുണ്ട് ഏകദേശമൊക്കെ. പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരുന്നിട്ടുണ്ട്. അങ്ങനെ പെയിന്റിങ് ബ്രഷ് ഇതൊക്കെ നല്ല വേർത്താട്ടോ സംഭവം. നമുക്ക് എന്താ പറയാ ബിഗിനേഴ്സിനൊക്കെ പറ്റുന്ന പെയിന്റിങ് സെറ്റാണ്. എത്ര 112 അങ്ങനെ സംതിങ് എന്തോ വരുന്നുള്ളൂ, മീഷോന്ന് മേടിച്ചതാണ്. സോ പിന്നെ നെക്സ്റ്റ് അതിൽ പ്രത്യേകിച്ച് ഒന്നും കാര്യമായിട്ടൊന്നും വൃത്തിയാക്കാനുള്ള ഇതില്ല, കാരണം ഓൾറെഡി ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കാർഡ്ബോർഡ് ഇതിനൊന്ന് പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ കാർഡ്ബോർഡ് എന്താ വെച്ചാല് നമ്മുടെ മലബാർ ഗോൾഡിൽ നിന്ന് കിട്ടുമ്പോൾ വളമൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ സാധനമാണ് അത്. അപ്പോൾ ഞാൻ ക്യാൻഡിൽ കത്തിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. സംഭവം അടിപൊളി സാധനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ക്യൂട്ട്നെസ്സും ഉണ്ട്, ഒരു വൈബൊക്കെ ഉണ്ട്. പിന്നെ കത്തിച്ചിട്ട് പിന്നെ വെറുതെ ഞാൻ കേക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ എന്താ പറയുക ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ അത് ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ എസ്തറ്റിക് വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചെറിയൊരു ടേബിൾ പോലത്തെ സംഭവം നമ്മുടെ ഡെസ്കിൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. സോ അത് നമുക്ക് നമ്മുടെ ചിപ്പ് ബോർഡ്, ഫോം ബോർഡ് പറയും, സോ ഫോം ബോർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഫോം ബോർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫെവിക്ലോ വെച്ചിട്ട് അതിന് ഫെവിക്ലോ അങ്ങനെ എന്തോ സാധനമാണത്. അത് വെച്ചിട്ട് മാത്രമേ അത് ഒട്ടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷെ ഒട്ടിക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇത് വെച്ചപ്പോൾ എനിക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് എന്താ പറയുക ഹൈറ്റൊക്കെ ഒന്ന് അത്ര വലിയ ഹൈറ്റിൽ വെച്ച രസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അടിച്ച് ചെറിയ ഹൈറ്റ് മതി വിചാരിച്ചിട്ട് അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ സെറ്റപ്പ് ചെയ്തു. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും. സംഭവം ഞാനിത് ഇത്ര ഭംഗി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചതല്ല കേട്ടോ. കാരണം ഇതിന് മാത്രമൊക്കെ എന്തായാലും ഉള്ളതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് ഞാൻ വെച്ചിട്ടല്ലേ ഉള്ളൂ. പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ടാബിൻ്റെ ഒരു എൻ്റെ ലുക്ക് തന്നെ മാറ്റമുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതങ്ങനെയാണ്. ഈ സാധനമാണ് ഞാൻ പറഞ്ഞത് നേരത്തെ കാണിച്ചു തന്നില്ലേ, അതൊന്നും ഞാൻ വൈറ്റ് പെയിന്റ് അടിച്ചതായിരുന്നു കേട്ടോ.
അപ്പോൾ അതിൻ്റെ ചുറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതൊക്കെ കീറിയിട്ട് വൈറ്റ് അടിച്ചാൽ മതി. വൈറ്റ് അടിച്ചിട്ട് എന്താ പറയുക, ഒരു 2-3 കോട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ എൻ്റെ ഇത് വന്നത്. പിന്നെ നമ്മുടെ പെയിന്റ് അടിക്കാൻ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്, ആളെയും കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവൾക്കും ഒരു പെയിന്റിങ് സാധനം കൊടുത്തപ്പോൾ അതവിടെ ഇരുന്നു. അപ്പോൾ അതങ്ങനെ സെറ്റായി. ഇനി നമുക്കിത് എന്താ പറയുക, പെയിൻ്റൊക്കെ അടിച്ചിട്ടൊരു ക്യൂട്ട്നെസ് ആവും. അപ്പോൾ ഞാൻ കുറേ ആലോചിച്ചു എന്ത് കൊടുക്കാം. ഫൈനലി ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു എന്താ പറയുക, ഒഴുകുന്ന, ഐ മീൻ കേക്കിൻ്റെ മേലൊക്കെ ഇങ്ങനെ വന്നിട്ടില്ലേ, അപ്പോൾ ആ ഒരു സ്ട്രക്ചർ അതിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് പാസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്തിട്ട് പുതിയതായിട്ട് മേടിച്ചതാണല്ലോ, അപ്പം അത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ടില്ലേ നമുക്ക് സമാധാനം ഉണ്ടാവുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് എന്താ പറയുക, കുറച്ച് ക്യൂട്ട്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തു. ലാസ്റ്റ് എനിക്ക് തോന്നി ഇത് അത്ര രസമൊന്നും ഇല്ല എന്നുള്ളത് കേട്ടോ. സ്റ്റിൽ ഏതായാലും ഇപ്പം നമ്മൾ വരച്ചുണ്ടാക്കിയതല്ലേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ മതി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെറുതെ ഞാനത് കൊളാക്കി വേണമെങ്കിൽ പറയാം. ഞാൻ ഒരു ഒഴുകിന ആ ഒരു എന്താ പറയുക, നമ്മുടെ കേക്കിന് മേലൊക്കെ ഇങ്ങനെ ക്രീം ഇങ്ങനെ ഇതായി വരുമല്ലോ, ആ സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് എത്രത്തോളം സക്സസ് ആയെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ എന്തായാലും ഏകദേശമൊക്കെ ഞാൻ വിചാരിച്ച പോലെയൊക്കെ സെറ്റപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് എന്താ പറയുക, സ്പ്രിങ്കിൾസ് വിതറണം. അപ്പം അതിന് വേണ്ടിയിട്ട് 3 കളേഴ്സൊന്നും ഞാൻ എടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക ഇതാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ സെറ്റപ്പ് ചെയ്തെടുത്തു ആ സാധനം. അത് നൈസായിട്ട് ഇങ്ങനെ എന്താ പറയുക, ചെറിയ ചെറിയ ഇതാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ, അല്ലാതെ അലങ്കോലാക്കണ്ട. പക്ഷെ ഞാൻ ഏകദേശം അലങ്കോലാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. സംഭവം ലാസ്റ്റ് ഒരു രസം കൊണ്ട് കാണാൻ വലിയ കുഴപ്പമില്ല. പിന്നെ ഒരു വാർണിഷും കൂടി അടിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റായി. അപ്പൊ അതത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്ലീനിങ്ങിലേക്ക് പോകാം. നമ്മുടെ ജനലും അതിലൊക്കെ, അതുപോലെ കട്ടില്, മേശ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഫുൾ ക്ലീൻ ചെയ്യണം. സോ അതിന് റോളർ ടിഷ്യൂ എടുത്തിട്ട് മൊത്തം ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുത്തു. അപ്പോൾ അതാണ് അത് കാണും. ഇനി അടുത്ത പോർഷനാണ് നമ്മുടെ മെയിൻ ഐറ്റം, അൽമറ. ആ കലങ്കോലകലകലമായിട്ടാണ് കിടക്കുന്നത് ഗൈസ്. ഇതിലൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ടിക്കൊള്ളു. കാരണം നമ്മൾ എന്തെടുത്താലും അതാ എടുത്തോടത്ത് കൊണ്ട് വെക്കൂല, അതാണ് പ്രശ്നം, അല്ലാത്ത പ്രശ്നമൊന്നുമല്ല. സോ ഇത് രണ്ടും ഞാൻ ഇപ്പം അടുത്ത് റീസെന്റ് ആയിട്ട് മേടിച്ച സാധനം കേട്ടോ. അടിപൊളി സംഭവമാണ്. ആരെങ്കിലും മേടിച്ചാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മേടിച്ചു നോക്കും, സംഭവം സെറ്റ് സാധനമാണ്. അപ്പോൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി മൊത്തമായിട്ട് അങ്ങോട്ട് എന്താ പറയുക, ഒരു ക്ലിയറൻസ് തന്നെ ഞാൻ അവിടെ നടത്തിയിട്ടുണ്ട് ഗൈസ്. കാരണം ഒരുപാട് എന്താ വെച്ചാൽ നമ്മൾ വന്ന മുതൽക്കുള്ള സ്പ്രേ കുപ്പികൾ അടക്കമുണ്ടായിരുന്നു കേട്ടോ. അത് കഴിയുമ്പോൾ അത് അവിടെ തന്നെ വെക്കും, അത് പുറത്തേക്ക് കളയാറില്ല, അതാണ് സംഭവം. പിന്നെ കുറേ എന്തൊക്കെയോ അല്ലറ ചില്ലറ, ഞാൻ പറഞ്ഞല്ലോ ക്രാഫ്റ്റേഴ്സിന്റെ റൂം ഇങ്ങനെ ആയിരിക്കും. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ എന്ത് കാണുകയാണെങ്കിലും അത് മൊത്തം നമ്മൾ എടുത്തു അവിടെ കൊണ്ടുപോയി വെക്കും. അതാണ് നമ്മളെ ഒരു എന്താ പറയാ ഒരു ഇത് എന്ന് പറയുന്നത്. പിന്നെ ഇവൻ അതിൻ്റെ ഇടയിൽ സ്പൈഡർമാൻ്റെ സംഭവം കിട്ടിയപ്പോൾ അവൻ അതിലായിട്ട് കൂളായി. പിന്നെ അതൊക്കെ ഏകദേശമൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഏകദേശം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഓരോരോ പൗച്ചിലൊക്കെ ആക്കിയിട്ട് സെറ്റപ്പ് ചെയ്ത്. പിന്നെ അടിയിൽ വരുന്നത് ബേക്സ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് ഓൾറെഡി ആദ്യം നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് വല്ലാതെ കടന്നില്ല, വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തത് ഇങ്ങനെയൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ടാക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ ഞാനൊരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റിന്റെ സെറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. 2 കുഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രസ്റ്റ് മീ ഗൈസ്, സെറ്റ് സാധനം അടിപൊളിയാണ്. ലിങ്ക് വേണ്ടവർക്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് കൂടി ചെയ്തൊക്കെ എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യും.